സ്വാമി എന്തിനാ കൊളക്കടവിൽ എന്റെ പുറകെ വരുന്നത്? എങ്ങനെ വരാതിരിക്കും? ആണായി പിറന്നു പോയില്ലേ? ആ, സ്വാമി ഇരിക്കണം, ഞാനിപ്പോ വരാം. സ്വാമി, സ്വാമി എന്താ വന്നത്? ഇവിടെ ഒന്നും ഇരിപ്പില്ല. എന്റെ പൊന്ന് രംഗമ്മ, ഞാനിപ്പോൾ വന്നത് അതിനല്ല. എനിക്കൊരു 500 റുപ്പീസ് വേണം. വൈഫിന്റെ വളരെ കൊണ്ടുവന്നിട്ടുണ്ട്. സ്വാമിക്ക് എന്താ ഇത്ര പണത്തിന് അത്യാവശ്യം? തങ്കമ്മയുടെ എന്ത് കാര്യവും തുറന്നു പറയാമല്ലോ. ഓഫീസ് കണക്കിൽ ഒരു 5000 രൂപ കുറവ്. നാളെ പരിശോധനയ്ക്ക് ആൾ വരുന്നുണ്ട്. സംഗതി ആകെ കുഴപ്പം. അതിന് 500 കിട്ടിയിട്ട് എന്ത് ഫലം? ബാക്കി പ്രസിഡന്റ് എടുത്തതാണ്. എന്റെ കണക്ക് ശരിയാക്കിയില്ലെങ്കിൽ നാളെ ഊണ പൂജപ്പറയലാണ്. ഏതായാലും സ്വാമി നാളെ രാവിലെ വാ. തങ്കമ്മ, തങ്കമ്മ. എന്താ സ്വാമി? തങ്കമ്മ, മുതലും പലിശയുമായി ഇത്രയേ ഉള്ളൂ. ഇതിനുള്ള മരുന്ന് കിട്ടാൻ മനസ്സമാധാനത്തിന് വേണ്ടിയാണ് തങ്കമ്മ. നമ്മുടെ ചിഹ്നം ഇപ്പഴാ മുട്ടായി വന്നത്. ഇവിടെ കണ്ടമാന മുട്ടായി തിന്നാൽ ഷുഗർ കംപ്ലൈന്റ് ഉണ്ടാകും. നാച്ചറേ പാലൻ ചിഹ്നം, നമ്മുടെ ചിഹ്നം, പാലൻ ചിഹ്നം, പാലൻ ചിഹ്നം, നമ്മുടെ ചിഹ്നം, നമ്മുടെ ചിഹ്നം. നേരാണോ താനീ പറയുന്നത്? വാസന്തി അകത്തുണ്ടല്ലോ, വിളിച്ചു ചോദിക്കണം. വാസന്തി, വാസന്തി. ഏയ്, നീ നിന്റെ കൂട്ടുകാരോട് ചേർന്ന് ആ റൗഡി രാമുവിന് വേണ്ടി വോട്ട് പിടിക്കുന്നത് കേട്ടത് സത്യമാണോ? നിന്റെ അച്ഛനെതിരായി നീ? ക്ഷമിക്കണം അച്ഛ, ഈ പഞ്ചായത്തിനെ പ്രതിനിധീകരിക്കാൻ എന്റെ അച്ഛനേക്കാളും യോഗ്യൻ രാമുവേട്ടനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വാസന്തി, ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. എന്ത് പറഞ്ഞു? എന്താ വൃത്തിക്കളഞ്ഞത്? തല്ലു, മതിയാവോളം തല്ലു. പക്ഷേ എന്നെ കൊന്നാലേ ഞാൻ പറഞ്ഞ വാക്കിന് മാറ്റം വരികയുള്ളൂ. ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ ഇതിന് ഞാൻ അവനോട് പകരം ചോദിക്കും. അവൻ നിന്നെ, എന്റെ മകളെ നശിപ്പിക്കാൻ ധൈര്യപ്പെടുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ല. എന്നെ ആരും നശിപ്പിച്ചിട്ടില്ല അച്ഛ, എന്നെ ആർക്കും നശിപ്പിക്കാൻ സാധ്യമല്ല. പക്ഷേ എന്റെ അച്ഛൻ എന്നെ ഒരുപാട് വേദനിപ്പിച്ചു, ഒരുപാട്. ഓടിയാകത്ത്. ദാസപ്പ, ഇവളുടെ മുമ്പിൽ മാത്രം ഞാൻ പരാജയപ്പെട്ടു പോകുന്നു. പക്ഷേ എന്നെ വഞ്ചിക്കാൻ ആ തെണ്ടിയെ ഞാൻ അനുവദിക്കില്ല. അതിനെന്ത് വില കൊടുക്കേണ്ടി വന്നാലും ശരി.
രണ്ടിനെയും ഞാൻ... അയ്യോ സാർ തല്ലരുത്, ഞാനൊരു ശുദ്ധ ബ്രാഹ്മണനാണ് സാർ. ബ്രാഹ്മണനോ? അതെ സാർ. താനെന്തിനാ പോസ്റ്റർ കീറിയത്? അയ്യോ അത് പച്ചക്കറി വാങ്ങിക്കാൻ പേപ്പർ ഇല്ലാതുകൊണ്ട് കീറിപ്പോയതാണ് സാർ. ഓഹോ, അത് ഈ പച്ചക്കറി ആയിരിക്കും. അയ്യോ അത് വയറ്റ് വേദനയ്ക്കുള്ള മരുന്നാണ് സാർ. എന്നാലേ ഞാനൊരു മരുന്ന്... എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഈ കഴിഞ്ഞ കാലമത്രയും ഇവിടെ ഈ പഞ്ചായത്തിൽ എന്ത് നടന്നു എന്ന് നിങ്ങൾക്കേവർക്കും നല്ലപോലെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഴിമതിയുടെയും കുംഭകോണത്തിന്റെയും മാത്രം സന്തതിയായ മിസ്റ്റർ രാഘവൻ നായർ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ഞാൻ ചോദിക്കുകയാണ്. സ്വന്തം പള്ളവീർപ്പിക്കാൻ വേണ്ടി നാം അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയുടെ ഭൂരിഭാഗവും സ്വന്തം ബന്ധീനങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചു എന്ന സത്യം നിങ്ങൾക്കേവർക്കും അറിയാവുന്ന ഒന്നാണ്. അങ്ങനെയുള്ള ഒരു കൊള്ളക്കാരനെ വേണോ, അതോ നിങ്ങൾക്ക് വേണ്ടി ജീവൻ ത്യജിക്കാൻ പോലും സന്നദ്ധമായി നിൽക്കുന്ന ശ്രീ രാമു MA വേണോ എന്ന് തീരുമാനിക്കാനുള്ള അവസരം നിങ്ങൾക്കിതാ സംജാതമായിരിക്കുന്നു. ഈ അവസരം ഉപയോഗിച്ച് കലപ്പയും കാളയും ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് നമ്മുടെ പ്രിയങ്കരനായ രാമുവിനെ വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ ഈ റൗഡി രാമുവിനെ വോട്ട് ചെയ്യുകയാണെങ്കിൽ ഈ നാട്ടിൽ അരി ഉണ്ടാക്കുന്ന സ്ഥലത്തിന് പകരം ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലത്തിന് പകരം അവരെയെല്ലാം ബിച്ചുവയും കടാറയും കണ്ടകൂടാതെയുമായിരിക്കും ഉണ്ടാക്കുക എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. മലയാളത്തിൽ പറയാൻ അറിയാമെങ്കിൽ പറഞ്ഞാൽ മതി. എനിക്ക് സ്ഥാനമാനങ്ങളിലൊന്നും തീരെ ആഗ്രഹമില്ല. കക്ഷി രാഷ്ട്രീയത്തിൽ വിശ്വാസവുമില്ല. ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് മോഹിച്ചതുമല്ല. നാട്ടുകാരുടെ നിരന്തരമായ നിർബന്ധവും പ്രേരണയുമാണ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്. രാഷ്ട്രീയത്തിന്റെ മറപറ്റി പ്രസിഡന്റ് എന്ന മേൽവിലാസം ഉപയോഗിച്ച് ഒരു മനുഷ്യനും അയാളുടെ കുറെ ശിങ്കടികളും ചേർന്ന് ഈ നാട്ടിൽ കഴിഞ്ഞ 10 കൊല്ലമായി നടത്തിവരുന്ന അഴിമതിയും അക്രമവും അവസാനിപ്പിക്കേണ്ടത് ഒരാവശ്യമായി തോന്നിയതുകൊണ്ട് ഞാൻ ഇതിന് സമ്മതിച്ചതാണ്. ഇത്തരം രാജ്യദ്രോഹികളെ പരാജയപ്പെടുത്തേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ഒരാവശ്യമാണ്. പകരം അർഹതയുള്ള ജനസേവകരെ തിരഞ്ഞെടുത്തയക്കുക. അതിന് ഞാൻ യോഗ്യനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ എനിക്ക് തന്ന് എന്നെ അനുഗ്രഹിക്കുക. നിങ്ങൾക്ക് നമസ്കാരം. 4-ാം വാർഡിലെ തെരഞ്ഞെടുപ്പ് ഫലം. ആകെ പോൾ ചെയ്ത വോട്ട് 2003. ശ്രീമാൻ രാമുവിന് ലഭിച്ച വോട്ട് 1800. ശ്രീമാൻ രാഘവൻ നായർക്ക് ലഭിച്ച വോട്ട് 94. അസാദ് 109. ശ്രീമാൻ രാമു 4-ാം വാർഡിൽ നിന്നും എതിർ സ്ഥാനാർത്ഥിയായ ശ്രീ രാഘവൻ നായരേക്കാൾ 1706 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു.